അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, കലയുടെ വസന്തം പൂത്തുലയുന്ന ഫറാസ് എന്ന ഈ വർണ്ണാഭമായ വീതിയിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് പ്രജാക്ഷേമ ദൽപ്പനനായ ഒരു രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ മനഃപ്പാടമാക്കിയ മഹ്മൂദുൽ ഗഫന്തി ആയിരുന്നു ആ രാജാവ്. തൻ്റെ രാജ്യത്തെ 7 പ്രവിശ്യകളാക്കി പല നാട്ടുരാജാക്കന്മാർക്കുമായി അദ്ദേഹം വിഭജിച്ചു നൽകി. അതിലൊരു രാജാവിന് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് സുഹ്റ. മഹ്മൂദുൽ ഗഫന്തിയുമായി സുഹ്റയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം മഹ്മൂദുൽ ഗഫന്തി നായാട്ടിനായി ദേഹമൊട്ടാകെ എണ്ണ തേച്ച് കൊട്ടാര മട്ടുപാവിലൂടെ ഉലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്ന മഹ്മൂദുൽ ഗഫന്തിയുടെ ആദരങ്ങൾ ഖുർആൻ സദാ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആലിമ്രാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹ്മൂദുൽ ഗഫന്തിക്ക് ഒരു സംശയം. എല്ലാ അധികാരങ്ങളും എടുക്കുന്നതിനും നൽകുന്നതിനും നീയാണെങ്കിൽ എൻ്റെ അധികാരം ഈ സെക്കൻഡിൽ നീ എങ്ങനെ ഇല്ലാതാക്കും? പെട്ടെന്ന് ഒരു പടൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, കൊട്ടാര പൂമുറ്റത്ത് ഒരു പുലി. പുലിയോ? മഹാരാജാവ് മുറ്റത്തെത്തി. ഭടന്മാർ കഴിയുന്നത് പുലി ഓടിക്കാൻ ശ്രമിച്ചു. എന്നാൽ പുലി പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം മഹ്മൂദുൽ ഗഫന്തി തൻ്റെ ഉടൽ വലിച്ചൂരി പുലിക്ക് നേർക്ക് നീങ്ങി. പെട്ടെന്ന് പുലി ഇടതൂർന്ന് നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് ഓടി. പിറകെ മഹ്മൂദുൽ ഗഫന്തി കുതിര പുറത്തും. ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലി കാട്ടിൽ അപ്രത്യക്ഷനായി. ക്ഷീണം കാരണം മഹ്മൂദുൽ ഗഫന്തി അവിടെ ഉണ്ടായിരുന്ന ഒരു പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങിപ്പോയി. അതേസമയം നമ്മുടെ സുഹ്റയുടെ കൊട്ടാരത്തിൽ ഒരു കളവ് നടന്നിരിക്കുന്നു. സുഹ്റയുടെ വിവാഹാഭരണങ്ങൾ ഒരു കള്ളൻ മോഷ്ടിച്ചു. ഇതറിഞ്ഞ രാജാവ് കോപിതനായി. ആളെവിടെ? 3 ദിവസത്തിനകം കള്ളനെ നമുക്ക് മുന്നിൽ ഹാജരാക്കുവിൻ. ഭടന്മാർ നാടാകെ തിരഞ്ഞു. എന്നാൽ കള്ളനെ കിട്ടിയില്ല. അവസാനം തല പോകുമെന്ന് ഭയന്ന് അവർ കാട്ടിലേക്ക് കാട് കയറും വഴിയിലൊരു സാധനം കിടക്കുന്നത് കണ്ടു. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതാ ദേഹത്ത് എണ്ണ തേച്ച് ഒരാൾ സുഖമായി കിടന്നുറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി മഹ്മൂദുൽ ഗഫന്തിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിച്ചു. ആരും അറിയാതെ വിചാരണ ചെയ്തു. 2 കൈകളും വെട്ടിമാറ്റി വേദന കൊണ്ട് മധുരമൂറും സ്വയത്തിൽ തടവറയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു മഹ്മൂദുൽ ഗഫന്തി. അതിനാദിഷ്ടരായ സുഹ്റ അദ്ദേഹത്തെ തൻ്റെ ഉസ്താദായി ലഭിക്കാൻ ആഗ്രഹിച്ചു. തൻ്റെ ഭാവി വരനാണെന്നറിയാതെ സുഹ്റ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. ഒരു ദിവസം ഉസ്താദ് ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ഉസ്താദ് ആലിമ്രാനിലെ 26-ാമത്തെ ആയത്ത് ഓതി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉസ്താദ് ബോധരഹിതനായി വീണു. കാര്യം അന്വേഷിച്ചു പോയാണ് അത് മഹ്മൂദുൽ ഗഫന്തി ആണെന്ന് അവർക്ക് മനസ്സിലായത്. ഒരു കള്ളനും വികലാംഗനുമായ ഒരാളെ തൻ്റെ ഭർത്താവായി ലഭിക്കില്ലെന്ന് ആലോചിച്ച് സുഹ്റ ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിച്ചു. ഒപ്പം കള്ളനെ ഭർത്താവായി ലഭിക്കാൻ വാശി പിടിക്കുകയും ചെയ്തു. തൻ്റെ മകളുടെ ഒരു വിവാഹ ജീവിതം ആലോചിച്ച് രാജാവ് അതിന് സമ്മതിച്ചു. അന്ന് രാത്രി താൻ ചെയ്ത പാപത്തിൻ്റെ വണ്ണം ഓർത്ത് മനമുരുകി പശ്ചാത്തപിക്കുകയായിരുന്നു മഹ്മൂദുൽ ഗഫന്തി. അന്ന് രാത്രി മഹ്മൂദുൽ ഗഫന്തി ഉറങ്ങുമ്പോൾ അതാ മുത്തുനബി കിനാവിൽ വരുന്നു. മുത്തുനബിയോട് തൻ്റെ വിഷമങ്ങളെല്ലാം മഹ്മൂദുൽ ഗഫന്തി പറഞ്ഞു. മുത്തുനബി മഹ്മൂദുൽ ഗഫന്തിയോട് 2 കൈകൾ നീട്ടുവാൻ ആവശ്യപ്പെട്ടു. അത്ഭുതം, മഹാത്ഭുതം! തിരുനബിയുടെ തിരുസ്പർശനമേറ്റ് 2 കൈകൾ പഴയ സ്ഥിതിയിലായി. ഇതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അങ്ങനെ കൊട്ടാരമാകെ ഈ വാർത്ത പടർന്നു. അത് മഹ്മൂദുൽ ഗഫന്തി ആണെന്ന് മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. രാജേ, അങ്ങ് എന്നോടല്ലയോ തെറ്റ് ചെയ്തത്? അതും അറിയാതെ ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോടാണ് തെറ്റ് ചെയ്തത്. അതിനുള്ള ശിക്ഷയാ എനിക്ക് ലഭിച്ചത്. പ്രിയരെ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഏത് കാര്യവും മറിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശുഭം. ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.